ലോകമാണ് ഉത്തമവും ശാശ്വതവും. എന്നാൽ നിങ്ങൾ ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലുള്ള സുഭിക്ഷമായ ഭക്ഷണത്തെയും സുഖാഡംബരങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുത്തു പോയി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, ഈ ഭൂമി ലോകത്തെ, ഭൗതിക ലോകത്തെ സുഖാഡംബരങ്ങളെ ത്യജിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ത്യജിച്ച് നമ്മുടെ ഹൃദയത്തില് അടിഞ്ഞുകൂടിയിരിക്കുന്ന വൈറസുകളെ ശുദ്ധീകരിക്കുക. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തൗബ ചെയ്യുക. തൗബ ചെയ്തിട്ട് സാലിഹായ അമലുകളെ വർദ്ധിപ്പിക്കുക. ഒരുപാട് അമലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഏകദേശം വയസ്സുകൾ അവസാനിക്കുകയാ. ഓരോ സെക്കൻഡുകളും കടന്നു പോകുമ്പോ നമുക്ക് ഒരു വയസ്സ് കൂടുകയാ, നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഖബറിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാ. എന്താ ഖബറിന്റെ അവസ്ഥ? ഖബറിലേക്ക് നമുക്ക് പോകണം, ഖബറിൽ കിടക്കണം. ഖബറിൽ നമുക്കുള്ള കൂട്ടാളികള് തഴവ ഉസ്താദിന്റെ ബൈത്തൊക്കെ ഇൻഷാ അല്ലാഹ് കേസം ഉസ്താദ് നിങ്ങൾക്ക് പാടിത്തരും അല്ലേ? എല്ലാ ചെതലും പുഴുക്കളും അതുപോലെ തേളുകളും പാമ്പുകളും അവിടെ നമ്മുടെ കൂട്ട്. കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെടും, കണ്ണുകൾ പോകും, ശരീരത്തിലുള്ള മാംസളമായ ഭാഗങ്ങളൊക്കെയും പുഴുക്കൾ അരിച്ച് നശിപ്പിക്കും, എല്ലും തോലുമായി. അവസാനം എല്ലായി, അവസാനം മുതുകിന്റെ ഭാഗത്തുള്ള ഒരു കഷ്ണം എല്ല് മാത്രം ബാക്കിയാകും. ബാക്കിയെല്ലാം മണ്ണോട് ചേരും. ഒരുപാട് ഫേഷ്യലുകൾ ചെയ്ത് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ശരീരത്തെ സുന്ദരമായി സൂക്ഷിക്കുന്ന ആണും പെണ്ണും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത്, അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് ആ കിതാബുകൾ തുറക്കപ്പെടുന്ന സമയത്ത് വല്ലതും നല്ലത് കാണാൻ തിരയേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടായിക്കൂടാ. സാലിഹായ അമാലുകൾ നമ്മൾ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിച്ചല്ലോ, വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം, അസ്റിനെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യ വിഭാഗം ഒന്നാകെ നാശത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മികളായ സത്യവിശ്വാസികൾ. എന്താ സൽക്കർമ്മം? എന്താണ് ഈ സൽക്കർമ്മങ്ങള്? നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന വാളുകളും പ്രഭാഷണങ്ങളിൽ നിന്നും നമുക്ക് സൽക്കർമ്മങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ബോധ്യ. ഇന്ന് ഈ ആധുനിക യുഗത്തില് ആർക്കും ഒരു കാര്യത്തെക്കുറിച്ചും വിവരമില്ലാതില്ല. പക്ഷെ വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. ആ വിവരത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. വീണ്ടും വീണ്ടും നമ്മൾ തെമ്മാടിത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ, ഹറാമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ചുറ്റുഭാഗവും ഹറാമാണ്. കാണുന്നത് ഹറാമ്, കേൾക്കുന്നത് ഹറാമ്, ഭുജിക്കുന്നത് ഹറാമ്, ശ്വസിക്കുന്നത് ഹറാമ്, എല്ലാം ഹറാമിലായിട്ട് കഴിയുകയാ. അള്ളാഹുവിന് ധിക്കാരം ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചുകൊണ്ട് ഒരു നേരത്തെ ശ്വാസോച്ഛ്വാസത്തിനുള്ള ഓക്സിജന്റെ വില, ഒരു നേരം ശ്വസിക്കാൻ നമുക്കൊരു സെക്കൻഡ് 2 സെക്കൻഡ് ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അറിയുമോ സുഹൃത്തുക്കളെ, ഒന്ന് തുമ്മുന്ന സമയത്ത്, തുമ്മലുണ്ടാകുന്ന സമയത്ത് 1-2 സെക്കൻഡ് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നിൽക്കുകയാ. ആ നിൽപ്പ് അങ്ങനെ സ്തംഭിച്ചു പോയാൽ തീർന്നു കഥ. ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല. ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ ഉറങ്ങി എഴുന്നേറ്റ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് നമ്മൾ പറയുന്നത്. ഹബീബ് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓരോ പ്രവർത്തനവും നമുക്ക് സൽക്കർമ്മങ്ങളായി മാറ്റി മറിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നത്, ഭാര്യക്ക് വല്ലതും കൊടുക്കുന്നത്, കുട്ടികൾക്ക് നൽകുന്നത്, അതല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, ഉറങ്ങുന്നത് തുടങ്ങിയ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് അള്ളാഹുവിനേക്കുള്ള ഇബാദത്താക്കി മാറ്റിമറിക്കാൻ പറ്റും. പക്ഷേ ഒരൊറ്റ കാര്യം വേണം, നമ്മുടെ മനസ്സ് അത് അള്ളാഹുവിലേക്ക് അർപ്പിക്കണം. അത് നമുക്ക് സാധിക്കില്ല. കാരണം ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലേ? അല്ലാഹു എന്നെയും നിങ്ങളെയും പടച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇബാദത്തിന്റെ കാര്യം പാർശ്വവൽക്കരിച്ചു. ഇന്ന് നമുക്ക് സൈഡാ ഇബാദത്ത്. നമ്മുടെ പ്രധാന ലക്ഷ്യം, നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ഉദ്ദേശം എന്താ? അത് തീർച്ചയായിട്ടും നമ്മുടെ ഉപജീവനമാണ്. നമുക്ക് ജീവിക്കണം, ഭൂമിയിൽ ജീവിക്കണം, നല്ല സവിധം വേണം, നല്ല
സൗധം വേണം, വീട് വേണം, നല്ല വസ്ത്രങ്ങൾ വേണം, മുന്തിയ കമ്പനിയുടെ വസ്ത്രങ്ങൾ തന്നെ ധരിക്കണം, മുന്തിയ കമ്പനിയുടെ വാച്ച് ധരിക്കണം, നല്ല വാഹനം വേണം, മാത്രമല്ല 4 ആൾക്കാരുടെ മുന്നിൽ ഞെളിഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു ഭാര്യ വേണം. എങ്ങനെ? സുന്ദരിയായ ഭാര്യ വേണം. അതേപോലെ തന്നെ ഒരുപാട് സ്വത്തുക്കൾ വേണം. ആ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. അതിനിടയിൽ നിസ്കരിക്കാൻ മറന്നു പോവുകയാണ്, നോമ്പെടുക്കാൻ മറന്നു പോവുകയാ. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിന്റെ സമയത്ത് ആരെങ്കിലും നിസ്കാരത്തിന് പ്രയോറിറ്റി നൽകാറുണ്ടോ? ആരെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് പ്രയോറിറ്റി നൽകുമോ? പോയി ഫർളിന് പ്രയോറിറ്റി നൽകുമോ? പ്രാധാന്യം നൽകുമോ? ഇല്ല. എങ്കില് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാന്റെ ഹബീബ് വഫാത്തായ സഹാബാക്കളൊക്കെയും ബാക്കി നിൽക്കുകയാ. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ ഖിലാഫുൽ ഔല എന്ന് വെച്ചാൽ കറാഹത്ത് പോലും അല്ലാത്ത ഖിലാഫുൽ ഔലയായ കാര്യങ്ങളെ അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെയും സബഉൽ മുബിഖാത്ത് പോലെ ഭയന്നിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുമ്പോ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട മോമിനെ, ഒരു ഹറാമ് ചെയ്യുമ്പോ ഒരു ലവലേശം പോലും മനസ്സിന് സങ്കോചമില്ല. ഒരു ഹറാമ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വേദനയില്ല. ഒരു വൃത്തികേട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് പതർച്ചയില്ല. ഒരു തെമ്മാടിത്തരം ചെയ്യുമ്പോ നമ്മുടെ ഹൃദയത്തിന് ഒരു അലട്ടുമില്ല. ആരെയെങ്കിലും കുറ്റം പറയുമ്പോ, ആരെയെങ്കിലും ചീത്ത പറയുമ്പോ, ആരെ പറ്റിയെങ്കിലും വ്യഭിചാരാരോപണം നടത്തുമ്പോ, ആരെ പറ്റിയെങ്കിലും കളവാരോപണം നടത്തുമ്പോ ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ, ഈ ആരോപണം നടത്തപ്പെടുന്ന വ്യക്തി എങ്ങാനും ഈ വ്യഭിചാരം ചെയ്തിട്ടില്ലെങ്കിൽ, ആ വ്യക്തി എങ്ങാനും ആ കളവ് നടത്തിയിട്ടില്ലെങ്കിൽ, ആ വ്യക്തി എങ്ങാനും ആ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു പരത്തുന്ന എന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത്, സർവ്വ അമലുകളും പരിശോധിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു അവിടെ നിന്ന് വിളിച്ചു പറയാൻ ഏൽപ്പിച്ച ഒരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, ആർക്കെങ്കിലും പരാതിയുണ്ടോ ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടിക്കൊണ്ട് ആ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയും, തമ്പുരാനേ, ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന സമയത്ത് നിന്റെ അടിമയായ എന്നെയുണ്ടല്ലോ, ഈ നിൽക്കുന്ന കശ്മലൻ വ്യഭിചാരാരോപണം കൊണ്ട് മൂടിയിട്ട് എന്നെ സമൂഹത്തിന്റെ മുന്നിൽ വഷളാക്കിയിട്ടുണ്ട് തമ്പുരാനേ, കക്കാത്ത കാര്യം കട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കള്ളനാക്കിയിട്ടുണ്ട് റബ്ബേ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് റബ്ബേ എന്ന് വിളിച്ചു പറയുമ്പോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരിവരിയായിട്ട് കടന്നു വരുമ്പോ ഇവൻ ചെയ്ത അമലുകളൊക്കെയും അവന് നൽകപ്പെടുകയും, നൽകപ്പെടുന്ന അമലുകൾ ബാക്കിയില്ലാതെ വരുമ്പോ ആ പാപങ്ങൾ ചെയ്ത മറ്റു മനുഷ്യരുടെ പാപങ്ങൾ ഇവന്റെ പേരിൽ ചേർത്തപ്പെട്ടിട്ട് അവസാനം നല്ല കാര്യങ്ങളൊക്കെയും ചെയ്ത ഹാജിയാണ്, പൊതുപ്രവർത്തനം ചെയ്യുന്ന ഹാജിയാണ്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഹാജിയാണ്, സ്വതക്കകൾ ചെയ്യുന്ന ഹാജിയാണ്, നാട്ടുകാരെ സഹായിക്കുന്ന ഹാജിയാണ്, നാട്ടുകാരെ സേവിക്കുന്ന മനുഷ്യനാണ്, പൊതുപ്രവർത്തകനാണ്. പക്ഷേ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും, അതുപോലെ തന്നെ സംഘടനകൾക്ക് വേണ്ടി ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ ചെയ്ത് അത് സഹായിക്കും, അതുപോലെ തന്നെ പാവപ്പെട്ട യതീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും. പക്ഷേ അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്ത അമലുകളൊക്കെയും മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മുഫ്ലിസ് കൈവലഞ്ഞവനായി പോകൂലേ? അള്ളാന്റെ ഹബീബ് പേടിപ്പെടുത്തിയില്ലേ? അള്ളാന്റെ ഹബീബ് ഗൗരവത്തോടുകൂടെ പറഞ്ഞതല്ലേ, അവനാണ് മുഫ്ലിസ്, അവനാണ് കൈവലഞ്ഞവൻ, അവന്റെ മീസാന് തുലാസ് തൂങ്ങൂല കേട്ടോ. അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് കത്തിജ്വലിക്കുന്ന നരകത്തിൽ കത്തിക്കരിക്കപ്പെടുന്ന കല്ലുകളോടൊപ്പം വെന്തുരുകാനുള്ള അവസ്ഥയാണ്, നിർഭാഗ്യമാണ് അവനുണ്ടാവുകയെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ചെറിയ ഒരു ഖിലാഫുൽ ഔല ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സബഉൽ മുബിഖാത്തായിട്ട് പരിഗണിച്ചിരുന്നു. പക്ഷെ ഇന്ന് അത് സഹാബാക്കളുടെ കാലത്ത്, നമ്മുടെ കാലത്ത് എന്താ? ഇന്ന് നമ്മൾ പലിശക്ക് പൈസ വാങ്ങുന്ന വിഷയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അതൊരു വിഷയമേ അല്ല നമുക്ക്.
ഒരാളെ പറ്റി കുറ്റം പറയുന്നത് ഒരു വിഷയമല്ല, വ്യഭിചാരം ചെയ്യുന്നത് വിഷയമല്ല. ഏതെല്ലാം നിലയിലാ ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ അധികരിച്ചു വരികയാ എല്ലാ തിന്മകളും. ആ തിന്മകൾക്ക് കൂട്ടുനിൽക്കുകയാ മാതാപിതാക്കള്, ആ തിന്മകൾക്ക് കൂട്ടുനിൽക്കുകയാ സഹോദരങ്ങള്, ആ തിന്മകൾക്ക് കൂട്ടുനിൽക്കുകയാ നാട്ടുകാരണവന്മാര്, ആ തിന്മകൾക്ക് കൂട്ടുനിൽക്കുകയാ ആര്? മഹല്ലിലെ നേതൃത്വം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളാ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളൊക്കെ ഓരോ ഇടയന്മാരാ, നിങ്ങളുടെയൊക്കെ ഇടയന്മാര്, നിങ്ങളുടെയൊക്കെ നിങ്ങൾ ആരുടെ മേലാണോ ഉത്തരവാദികളായിട്ടുള്ളത് ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശഫീഉനാ റസൂലുള്ളാഹി ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഹബീബിന്റെ ശറഫാക്കപ്പെട്ട നാവിലൂടെ നിർഗളിച്ചു പോയി. സുഹൃത്തുക്കളെ, നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാ അനുഭവിക്കുന്നത്. നമ്മുടെ ശരീരം, ആ ശരീരം ഒരു വലിയ ഫാക്ടറിയാ, ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങള്, നമുക്ക് നൽകിയിരിക്കുന്ന ജലം, നമുക്ക് ഈ ഭൂമിയിലുള്ള സർവ്വതും ആകാശത്തിലുള്ള സർവ്വതും കീഴടക്കി തന്നു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ. ഇന്ന് നമുക്ക് ആവശ്യമായ എല്ലാമുണ്ട്, സർവ്വതുമുണ്ട്. എല്ലാം യാന്ത്രികമായിട്ട് ഉള്ള ഒരു ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അഹങ്കരിക്കുകയാണ്.